നമസ്കാരം. നമ്മുടെ ഈ ക്ലാസ്സുകളെ പറ്റി ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണെന്ന്. അത് ഞാനിതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പം എന്താണ് ഈ ക്ലാസ്സുകൾ, എന്തുകൊണ്ടാണ് ഈ ക്ലാസ്സുകൾ എന്നുള്ളതൊക്കെ ഏകദേശം ക്ലിയർ ആവും. നമ്മൾ ആദ്യമായിട്ട് പല ക്ലാസ്സുകളും പല സമയത്താണ് എടുത്തിരിക്കുന്നത്. എന്നാലും ഫസ്റ്റ് നിങ്ങൾ കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് IP ആണ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. പാറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പല അസറ്റുകളും, ഇതൊക്കെ വലിയ അസറ്റാണ് കേട്ടോ. നമ്മുടെ ഈ ബിൽഡിങ് വാങ്ങുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിക്ക് കുറേ മെഷീനറി വാങ്ങി വെക്കുന്ന പോലെയൊന്നുമല്ല. ആ കമ്പനിയുടെ പേര് എന്ന് പറയുന്നത് അത് ഡെവലപ്പായി അതിന് കുറച്ച് പബ്ലിസിറ്റി ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ, ഈ പേര് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങളുടെ കമ്പനി അത്ര നാൾ സമ്പാദിച്ച ഈ ബിൽഡിങ്ങുകളൊക്കെ ഒരു 10-50 എണ്ണം മേടിക്കാവുന്ന ഒരു സ്റ്റേജിലോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് പേര് മാർക്കറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എൻ്റെ ആനന്ദ് പോളിൻ്റെ ശേഷം ഞാൻ പെന്നി വോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ അറിയുന്നവരൊക്കെ എൻ്റെ കമ്പനി പറയും, അതിന് കുറച്ച് പബ്ലിസിറ്റി കിട്ടും. അപ്പോൾ ആ പബ്ലിസിറ്റി എന്ന് പറയുന്നതൊക്കെ മണിയാണ്. അപ്പോൾ അത് ഉദ്ദേശിച്ചാണ് നമ്മളങ്ങനെ ആ പേരിൻ്റെ കൂടെ കമ്പനിയുടെ പേരും കൂടെ ഇടുന്നത്. പിന്നെ ഞാൻ പെന്നി വോട്ട് ഇട്ടിരിക്കുന്നത് നമ്മുടെ ഒരു ലൈഫ് അതിലാണ്, അതുകൊണ്ട് അങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരൊക്കെ ഇട്ട് ഒക്കെ കുറച്ച് പബ്ലിസിറ്റി ഉണ്ടാക്കാം. ഇപ്പോൾ ഈവൻ ഒരു 2000 പേരെങ്കിലും നമ്മുടെ ബ്രാൻഡിനെ അറിയാമെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സംഭവമാണ്. അപ്പം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് അത് എത്തുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഇപ്പോൾ ഈ പെന്നി വോട്ട് എന്ന് പറയുന്ന പേര് ഞാൻ ഇങ്ങനെയൊക്കെ പബ്ലിസിറ്റി കൊടുക്കുമ്പം അത് സേഫ് ആയിരിക്കണം. അത് എൻ്റെ കമ്പനിയുടെ പേരിൽ ആയിരിക്കണം. ആ പേര് വേറെ ആരും ഇടാൻ പാടില്ല. ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ലീഗലി നമുക്ക് നടപടി എടുക്കാൻ പറ്റണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സേഫാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ IP ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ പേരുകൾ നമ്മൾ ഫിക്സ് ചെയ്ത് ഉറപ്പിച്ച് അതിന് ഇത്തരം IP ലൈസൻസുകൾ എടുത്തു വെക്കണം, പ്രോപ്പർട്ടി ലൈസൻസുകൾ എടുത്തു വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളൊരു ക്ലാസ്സാണ് ഹൗ ടു സ്റ്റാർട്ട് ബിസിനസ്. അപ്പോൾ ഈ ഹൗ ടു സ്റ്റാർട്ട് ബിസിനസ് എന്നുള്ളതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ലീഗൽ എങ്ങനെയാണ്, എന്തൊക്കെ പേപ്പേഴ്സാണ് നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി വേണ്ടത്, ഓരോ എൻറ്റിറ്റിയും ഏതാണ്ട് പലർക്കും ഡൗട്ടാണ്. പ്രോപ്പർട്ടർഷിപ്പ് വേണോ, പാർട്ട്ണർഷിപ്പ് വേണോ, പ്രൈവറ്റ് ലിമിറ്റഡ് വേണോ, അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതിൻ്റെ ടാക്സുകൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ അകത്ത് ഇതെന്തുകൊണ്ട് ഈ സാധനം എടുക്കണം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ ഹൗ ടു സ്റ്റാർട്ട് ബിസിനസ് എന്ന് പറയുന്നത്. പിന്നെ എക്സ്പോർട്ടിലേക്ക് പോകണമെങ്കിൽ ഏതൊക്കെ ലൈസൻസാണ്, ഏത് സ്ഥാപനത്തിലോട്ടാണ് നിങ്ങൾ പോകേണ്ടത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഹൗ ടു സ്റ്റാർട്ട് ബിസിനസ്സിലെ ഒരു ക്ലാസ്. പിന്നെ അതിൻ്റെ അകത്ത് ദുബായിൽ എങ്ങനെ ബിസിനസ് തുടങ്ങാമെന്ന് പറയുന്നൊരു സെക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ ചെയ്തിട്ടതാണ്. അത് ഇതിൻ്റെ കൂടത്തേക്ക് ആളുകൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു മോഡ്യൂളായിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മോഡ്യൂൾസ് ഉണ്ട്, അത് ഞാൻ സസ്പെൻസ് വിളിക്കുന്നില്ല. അത് നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും. നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാനുള്ളൊരു ത്വരയൊക്കെ ചിലപ്പോൾ തോന്നും. അത് കണ്ട് ഓടിപ്പാഞ്ഞ് പോയൊന്നും ബിസിനസ് തുടങ്ങരുത്, നല്ലോണം ആലോചിച്ചിട്ട് തുടങ്ങണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു സാധനമാണ് ആമസോൺ ബിസിനസ്, ഹൗ ടു രജിസ്റ്റർ ഇൻ ആമസോൺ. അത് ആമസോണിൽ ലിസ്റ്റ് ചെയ്യാനായിട്ട് യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, അതിൽ കണ്ട് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ലിസ്റ്റ് ചെയ്ത ഒരു ആൾ, ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ എക്സ്പീരിയൻസ് ഷെയറിങ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ആമസോണിൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു സെല്ലറെ കൊണ്ടാണ് ഞാൻ ആ ക്ലാസ് എടുപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആമസോണിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ കൊണ്ടൊക്കെ, നമ്മൾ ആമസോണിൽ ലിസ്റ്റിംഗ് ചെയ്ത് കൊടുക്കുന്ന ആളുകൾ, അവരെ കൊണ്ടൊക്കെ ക്ലാസ്സിലെ സെക്ഷനിൽ നമ്മൾ സംസാരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസുകളായിരിക്കും. അതെന്തൊക്കെ ഇതിൻ്റെ അകത്ത് ഈ പരിപാടി എന്തൊക്കെ നടക്കുന്നുണ്ട്, ആമസോണിൽ എന്തൊക്കെ ഏർപ്പാടുകളുണ്ട്, അതിലെന്തൊക്കെ ഗുണങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുള്ള സംഭവങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഉപകരിക്കും. പക്ഷേ ആമസോണിൻ്റെ ലിസ്റ്റിങ്ങിൻ്റെ സപ്പോർട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ടുള്ള വഴിയില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏജൻസിനെ ആയിരിക്കും നമ്മൾ ഏൽപ്പിക്കുന്നത്. ആ ഏജൻസിക്കാർക്ക് പേയ്മെൻറ്റ് കൊടുത്ത് മാത്രമേ നിങ്ങൾക്ക് ഫ്യൂച്ചർ സപ്പോർട്ടുകൾ കിട്ടുള്ളൂ. ആക്ച്വലി അങ്ങനെ ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്നുകൂടെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. കാരണം ഞാനൊക്കെ ലിസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് സപ്പോർട്ടിനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ റിസർച്ച് ആൻഡ് സ്റ്റഡി ആൻഡ് ലിസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ അടുത്തത് നിങ്ങൾക്ക് കാണാവുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്ലാസ്സാണ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ 4 ക്ലാസ്സിനെ പറ്റി പറഞ്ഞു കേട്ടോ. അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രോഡക്റ്റുകളിലെ നമ്മുടെ ബിസിനസ് ഉണ്ടല്ലോ, ബിസിനസ്സിൻ്റെ അടിയിൽ നിന്നുള്ളൊരു കൈത്താങ്ങാണ്. അതായത് ബിസിനസ്സിന് ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നത് ശരിക്കും പരസ്യങ്ങളാണ്. അപ്പോൾ ആ പരസ്യങ്ങൾ എങ്ങനെ കൊടുക്കാം, എന്ത് കൊടുക്കാം എന്നുള്ളത്, ഇപ്പോൾ മെറ്റയുടെ ക്ലാസ്സിൻ്റെ മോഡ്യൂൾ ഇപ്പോൾ 3-4 കണ്ട് ഞാൻ എടുത്തു കഴിഞ്ഞു. ഇനി വേറെ ആളുകളെ കൊണ്ടൊക്കെ നമുക്ക് ക്ലാസ് എടുപ്പിക്കാനുണ്ട്. പല ആളുകളെ കൊണ്ട് അഡ്വർടൈസ്മെൻറ്റിൽ ഒരുപാട് മോഡ്യൂൾ പോകാനുള്ള സാധ്യതയുണ്ട്. അതൊരു വലിയ മേഖല തന്നെയാണ്. പക്ഷേ അഡ്വർടൈസ്മെൻറ്റ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ബിസിനസ്സിനെ താങ്ങി നിർത്തുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതിൽ നമ്മൾ ക്ലാസ്സുകൾ ഉള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. അത് നിങ്ങൾ കണ്ടിരിക്കണം.
ഒരുപാട് കളികളുണ്ട്. ഇപ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, ഞാനിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾ അടുത്തിരിക്കുന്ന ആരോടെങ്കിലും ഒന്ന് പറയുകയാണ്, അല്ലെങ്കിൽ സ്പീക്കർ ഇട്ട് കേൾക്കണം. അപ്പോൾ അടുത്തിരിക്കുന്നവന് നാളെ മുതൽ ആമസോണിൻ്റെ പരസ്യം കാണിച്ചു തുടങ്ങും. കാരണം ഞാൻ ആമസോണിൽ നിന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അല്ലെങ്കിൽ ആനന്ദ് പോൾ എന്ന് പറഞ്ഞാൽ മതി, നാളെ ആനന്ദ് പോളിൻ്റെ പരസ്യം നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. എൻ്റെ എക്സ്പോർട്ട് ക്ലാസ്സിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങനെയല്ല തുടക്കം. എക്സ്പോർട്ട് എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല എന്നുള്ള സംഭവമൊക്കെ വന്നിട്ടുള്ള പരസ്യങ്ങൾ നിങ്ങൾ നാളെ മുതൽ കണ്ടു തുടങ്ങും. സോ അതെങ്ങനെയൊക്കെ കൊടുക്കാം, അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ പങ്കെടുക്കേണ്ട കാര്യമില്ല അഡ്വർടൈസ്മെൻറ്റിനെ പറ്റി. പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ് അല്ല നമ്മളിപ്പോൾ ഇതിൻ്റെ അത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, ഓൺലൈനായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സിനാണ്. അപ്പോൾ അത് അഡ്വർടൈസ്മെൻറ്റ് ക്ലാസ്സാണ്. 5ാമതാണ് ശരിക്കും നിങ്ങൾ എക്സ്പോർട്ടിനെ പറ്റി പഠിക്കേണ്ടത്. എക്സ്പോർട്ടിൻ്റെ ബേസിക്കിനെ പറ്റി പഠിക്കേണ്ടത് 5ാമത്തെ ക്ലാസ്സാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പോർട്ട് ബയ്യറിനെ കൺവിൻസ് ചെയ്യാൻ പറ്റും. എക്സ്പോർട്ട് ബയ്യർ നിങ്ങളുടെ പ്രോഡക്റ്റ് അഡ്വർടൈസ് ചെയ്യപ്പെടുന്നതാണ്, ആമസോണിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലാതെ അറിയപ്പെടുന്നതാണെന്നൊക്കെ പറഞ്ഞൊരു സെറ്റപ്പിലോട്ട് എത്തിക്കഴിഞ്ഞാൽ, എന്നിട്ട് നിങ്ങൾ എക്സ്പോർട്ടിനെ പറ്റി പഠിക്കും. ഞാൻ എക്സ്പോർട്ടിനെ പറ്റി മാത്രം സംസാരിച്ചിരുന്നത്, ഞാൻ ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുന്ന സമയത്തും ഒക്കെ എന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഓൺടർപ്രണേഴ്സാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എക്സ്പോർട്ടിനെ പറ്റി സംസാരിച്ചപ്പോൾ എക്സ്പോർട്ട് മാത്രം പഠിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വന്നു തുടങ്ങി. അവർ ഓൺടർപ്രണേഴ്സ് അല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം പല ക്ലാസ്സുകളിൽ നിന്നൊക്കെ എനിക്ക് പിടികിട്ടി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് അങ്ങനെ പോരാ. എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചാടി കയറി ചെയ്യുന്നൊരു സംഭവമല്ല. ഇപ്പോൾ അതിൻ്റെ പുറകിൽ കുറച്ച് ബാക്ക് ബോൺസ് വേണം. അപ്പോൾ അതിന് ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ ആവശ്യമാണ് എന്നെനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇത്തരം ക്ലാസ്സുകൾ പിന്നീട് ആഡ് ചെയ്തത്. ആദ്യം എക്സ്പോർട്ടിൻ്റെ ക്ലാസ് മാത്രമാണ് എടുത്തത്. അപ്പോൾ നമ്മുടെ പരസ്യങ്ങളിലൊക്കെ എപ്പോഴും എക്സ്പോർട്ടിൻ്റെ ക്ലാസ് ആകുമ്പം നിങ്ങൾ മിക്കപ്പോഴും എക്സ്പോർട്ട് ക്ലാസ് മാത്രം കണ്ടിട്ട് ആളുകൾ ഇരിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ ഇത്തരം ക്ലാസ്സുകൾ കൂടെ കാണണം. അത് കണ്ടാലാണ് നിങ്ങൾക്ക് എക്സ്പോർട്ടിൻ്റെ ക്ലാസ്സുകളിലേക്കുള്ള പ്രാധാന്യം മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം കൂടെ വാങ്ങുന്നതിന് 3000 സംതിങ് ആണ്, 3200 200 അങ്ങനെ കണ്ടാണ് റേറ്റ് വരുന്നത്. പക്ഷേ നോ പ്രോബ്ലം, നിങ്ങൾക്ക് അത് സാമ്പത്തികമായിട്ട് അതിന് പ്രയാസമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അതൊക്കെ കുറച്ച് തരും. പിന്നെ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഫ്രീ ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് 3 ദിവസം മാത്രമായിരിക്കും വാലിഡിറ്റി. നിങ്ങൾക്ക് അതിൻ്റെ ഡോക്യുമെൻറ്റ് ഡൗൺലോഡ് ചെയ്യാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. അതായത് ഇതിന് കുറച്ച് സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്, അത് ഡൗൺലോഡ് ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല. കാരണം അതിൻ്റെ ഡാറ്റ ചാർജുകൾ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നവർക്ക് നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ 3 ദിവസം നിങ്ങൾക്ക് സമയമുണ്ട്. പക്ഷേ യു ക്യാൻ വാച്ച് എവരിത്തിങ്. ഇപ്പം ഒരു ക്ലാസ് ഒരു സമയത്താണ്, അതിൻ്റെ റിവ്യൂ ഇട്ട് അതിൻ്റെ റീഫണ്ട് വാങ്ങിയിട്ട് വീണ്ടും അടുത്ത ക്ലാസ്സിൻ്റെ കാണാം. അപ്പോൾ അത് സ്റ്റാഫുകൾ ചെയ്തു തരും. അങ്ങനെ നിങ്ങൾക്ക് അതെല്ലാം ഫ്രീ ആയിട്ട് കാണാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഫ്രീ ആയിട്ട് കാണുന്നവർ കാണിക്കുന്നൊരു പരിപാടിയുണ്ട്, അവർക്ക് അതിനൊരു മതിപ്പുണ്ടാവില്ല, ഒരു വിലയില്ല. അത് ഞാൻ കണ്ട് കുറേ കാലമായിട്ട് കാണുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഫ്രീ ആയിട്ടൊന്നും പോരുത്. കാരണം അതിൻ്റെ പുറകെ ഞങ്ങളുടെ സ്റ്റാഫുകൾക്ക് മെനക്കെടുന്നുണ്ട്, ഞങ്ങളുടെ ഡേറ്റയ്ക്ക് ചാർജുകൾ പോകുന്നുണ്ട്, ഇതിനെല്ലാം പുറകെ ഞങ്ങളും മെനക്കെടുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളത് കാണരുത്, ഫ്രീ ആയിട്ട് കാണാൻ നിൽക്കരുത്, കാണരുത്, അതാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം ഈ പറഞ്ഞ എല്ലാ ക്ലാസ്സുകളും ഇത്രയും വർഷത്തെ എൻ്റെയും മറ്റ് ഓൺടർപ്രണേഴ്സിൻ്റെ ഒക്കെ ഇത്രയും വർഷത്തെ എഫേർട്ടിൻ്റെ ഭാഗമായിട്ട് അവർ തിരിച്ചറിഞ്ഞ സത്യങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഇത് സാധാരണ ക്ലാസ് എടുക്കുന്ന ആളുകൾ എടുക്കുന്നതല്ല, അതുകൊണ്ട് എളുപ്പ പരിപാടിയല്ല. ഇത് ക്ലാസ് എടുക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളത് അതിൻ്റെ ഒരു സീരിയസ്നെസ്സിൽ എടുക്കണം. അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ലോകത്ത് കാണുന്ന കോടീശ്വരന്മാരും വലിയ വലിയ ബിസിനസ്സുകാരും ഒരുപാട് പൈസ കയ്യിൽ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയവരൊന്നുമല്ല. ഇവൻ ഞാൻ പോലും ഒരുപാട് സാമ്പത്തികമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ആളൊന്നുമല്ല. സോ നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യനെന്ന് പറയുന്നൊരു ജീവി ഒരു വല്ലാത്ത സാധനമാണ്. നമുക്കിപ്പോൾ അവരെവിടെ എത്തുമെന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ചിലപ്പോൾ ഇതൊക്കെ അവർക്കൊരു സപ്പോർട്ടായെങ്കിലോ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. ഇപ്പം ഓരോരുത്തർ കമൻ്റ് ഇടുന്ന കാണുന്നുണ്ട്, ഫ്രീ ആയിട്ട് കാണുന്നവന് 899 രൂപ മുടക്കാൻ കഴിവില്ലാത്തവൻ എങ്ങനെ എക്സ്പോർട്ടിലേക്ക് വരാനാണ്. പറയാൻ പറ്റത്തില്ല ഒന്നും. നമുക്കിതൊന്നും എന്താണ് ഒരാളുടെ ഫ്യൂച്ചർ എന്നുള്ളതൊന്നും പറയാൻ പറ്റത്തില്ല. സോ അത് നടക്കുവാണെങ്കിൽ, അവരത് ചെയ്യുവാണെങ്കിൽ ചെയ്യട്ടെ. അവർക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരുമെങ്കിൽ വരട്ടെ. അതിന് നമ്മളൊരു റീസൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പരം സന്തോഷം നമുക്ക് വേറൊന്നും കിട്ടാനില്ലല്ലോ. അതുകൊണ്ട് ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ്സുകൾ. ഇതിൽ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കരുതുന്ന ക്ലാസ് എന്ന് പറയുന്നത് IP ആണ്. അത് ഏറ്റവും വില കുറച്ചും നമ്മൾ ഇട്ടിട്ടുണ്ട്, കാരണം ആളുകൾ ഏറ്റവും കൂടുതൽ അത് കാണട്ടെ എന്നാഗ്രഹിച്ചിട്ടാണ്. പിന്നെ ഹൗ ടു സ്റ്റാർട്ട് ബിസിനസ്സിൻ്റെ അകത്ത് വർഷങ്ങളെടുത്ത് ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ ഒക്കെ ഉണ്ട്. അതായത് 2018 തൊട്ട് 2023 വരെ ആ ഒരു കാലയളവ് നിന്നും എടുത്ത് ഒരാളൊരു ബിസിനസ് തുടങ്ങുന്നത്, അത് കംപ്ലീറ്റ് ഞാൻ ഷൂട്ട് ചെയ്ത് ഈ ഹൗ ടു സ്റ്റാർട്ട് ബിസിനസ്സിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ്. പിന്നെ ഞാൻ അതങ്ങോട്ട് റിമൂവ് ചെയ്തു. യൂട്യൂബിലൊന്നും അപ്ലോഡ് ചെയ്താലൊന്നും കാര്യമില്ല, ആളുകൾക്ക് വിലയില്ല.
അതുകൊണ്ട് ഞാൻ അതൊക്കെ റിമൂവ് ചെയ്തു. ഇപ്പോൾ പൈസ കൊടുത്ത് അത് കാണിക്കുള്ളൂ ഞാൻ. അതുകൊണ്ട് അതൊക്കെ അതിൽ നിന്ന് കളഞ്ഞ് എന്നിട്ട് ഇപ്പോൾ അത് ഹൗസ് ടു ബിസിനസ്സിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അതൊക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അത് നമ്മളെയൊക്കെ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു സാധനമാണത്. അതുപോലെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് എങ്ങനെ തുടങ്ങുന്നത്, അതുപോലെ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലിനി ഞാൻ ഒരുപാട് സാധനങ്ങൾ ആഡ് ചെയ്യണം. എനിക്ക് ഭയങ്കര ആഗ്രഹമാണത്. പക്ഷേ അങ്ങനെയൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലാസ്സുകൾ ഇറങ്ങുമ്പം അത് പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരുപാട് ആളുകൾ എനിക്ക് വേണം. ഇങ്ങനെ ക്ലാസ് ഇറങ്ങി എന്ന് കാണുമ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചവർ കണക്കിനങ്ങ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് ധൈര്യമായിട്ട് ഇതിൻ്റെയൊക്കെ പുറകെ പൈസ മുടക്കി ഇപ്പോൾ ആ ഒരു പരിപാടി ഷൂട്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് ഒരുപാട് പൈസ മുടക്കിയിട്ടുണ്ട്. 2018 മുതൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമറമാൻമാരയച്ച് ഒരു ദിവസം ഒരു ക്യാമറമാനെ അയക്കുമ്പോൾ തന്നെ നമുക്ക് 9,000 10,000 അടുത്ത് കോസ്റ്റ് വരും. ഇതൊന്നും ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടല്ല, നമ്മൾ സ്വന്തം ചെയ്യുന്നതാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ആളുകളെ വിട്ട് ഹെലിക്കാൻ പറത്താൻ ആളെ വിളിക്കണമെങ്കിൽ 6,000 7,000 ഒക്കെ ഹെലിക്കാൻ പറത്താൻ ആളെ വിളിക്കണം. അങ്ങനെയൊക്കെ വിളിച്ച് വിട്ടൊക്കെ നമ്മൾ ചെയ്ത സംഭവങ്ങളാണ്. അപ്പോൾ ആ പൈസയൊന്നും എന്തായാലും യൂട്യൂബിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നൊന്നും കിട്ടത്തില്ല. നമ്മുടെ ഒരു പാഷൻ, ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്. പിന്നെ അങ്ങനെയൊക്കെ എനിക്ക് കുറേ ഓൺടർപ്രണേഴ്സിൻ്റെ കേസുകളൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിനെനിക്ക് ഒരുപാട് ആളുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്കത് പറ്റത്തുള്ളൂ. എനിവേ ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രം ദി സ്റ്റാർട്ടിങ് നിങ്ങൾ കാണണം. നിങ്ങളൊരു ഓൺടർപ്രണർ ആണെങ്കിലും IP ക്ലാസ് നിങ്ങൾ കണ്ടിരിക്കണം. കാരണം ചിലപ്പോൾ നിങ്ങൾ ട്രേഡ് മാർക്ക് എടുത്തിട്ടുണ്ട്. ഈവൻ ഞാൻ തന്നെ ട്രേഡ് മാർക്ക് എടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരുപാട് സംശയങ്ങൾ വരാറുണ്ട് ട്രേഡ് മാർക്കും പാറ്റൻ്റൊക്കെ. അപ്പോൾ ഓൺടർപ്രണർ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും IP ക്ലാസ് കാണണം. ആമസോൺ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിത് കാണേണ്ട. ആമസോണിൽ ലിസ്റ്റ് ചെയ്യാൻ, അതിൽ നിന്ന് ബിസിനസ് ഉണ്ടാക്കാൻ, അതുകൊണ്ട് രക്ഷപ്പെടാൻ, അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ നിങ്ങളിത് കാണണ്ട. അത് കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ യു ഗോ ഹെഡ്, അല്ലെങ്കിൽ അതിന് പോകരുത്. കാരണം ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ആമസോണിൽ നമ്മൾ പച്ച പിടിക്കില്ല എന്നുള്ളത്. ബിസിനസ്സിൽ ഓൾറെഡി ആമസോണിൽ ലിസ്റ്റ് ചെയ്ത ആളുകളാണെങ്കിൽ ഒരു കാരണവശാലും അത് നിങ്ങൾ ഓൾറെഡി ഇതിനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു കാരണവശാലും ആമസോൺ ബിസിനസ്സിൻ്റെ കാര്യം കാണണ്ട. അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അതിൽ ഞാനിപ്പോഴും പല അഡ്വർടൈസ്മെൻറ്റ് ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാറുണ്ട്. കാരണം നമ്മുടെ അല്ലാത്ത വേറെ എന്തെങ്കിലും രീതിയുണ്ട്. ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ പറഞ്ഞപ്പോൾ മൊത്തം AI ആണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലോട്ട് മാറി. അപ്പോൾ ഓരോ സ്റ്റൈലാണ്, ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ്. യൂട്യൂബിൽ പരസ്യം കൊടുക്കാനോ, ഫേസ്ബുക്കിൽ കൊടുക്കാനോ, ലൈനിൽ കൊടുക്കാനോ, അല്ലെങ്കിൽ ടിക്ടോക്കിൽ കൊടുക്കാനോ, എല്ലാത്തിനുമൊക്കെ ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലഘട്ടമാണ്. അപ്പം അങ്ങോട്ട് മാറി. ഇപ്പോൾ ഓരോരുത്തരുടെ സ്റ്റൈൽ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ കാണാറുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. പിന്നെ എക്സ്പോർട്ട് അറിയാമല്ലോ, നിങ്ങൾ എക്സ്പോർട്ടായിരിക്കും നിങ്ങൾ എൻ്റെ പേജിലോട്ട് എത്താൻ കാരണം. സോ എക്സ്പോർട്ട് യു ക്യാൻ വാച്ച് ഇറ്റ് ഈസിലി. പിന്നെ ഇതിൽ ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് കാണാൻ പറ്റും. 1 2 2 1 3 1 4 1 5 1, അല്ലെങ്കിൽ 4 എണ്ണം ഒരെണ്ണം വേണ്ട, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാഫുകളുടെ സംസാരിച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായി, എനിക്കിത് പ്രയോജനപ്പെട്ടില്ല, എനിക്ക് ക്ലാസ്സിൽ നിന്നൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് ആ പൈസ റീഫണ്ട് കിട്ടും. സോ നിങ്ങളത് റീഫണ്ടിന് വേണ്ടി ചോദിച്ചാൽ നിങ്ങൾക്ക് ആ പൈസ റീഫണ്ട് കിട്ടും. പിന്നെ വേറൊന്നുമില്ല, എന്തായാലും റീഫണ്ട് കിട്ടും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ പിന്നെ അത് കാണാമല്ലോ. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ക്ലാസ്സുകൾ ഏതെങ്കിലും പർച്ചേസ് ചെയ്ത ആൾക്കാർക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന്, GST എടുക്കുന്നത് നമ്മൾ ഫ്രീ ആക്കിയിട്ടുണ്ട്. കാരണം 3,000 രൂപയൊക്കെ GST എടുക്കുന്നതിന് ആളുകൾ വാങ്ങും, 2,000 to 3,000 ഒക്കെ. അത് ഫ്രീ ആയിട്ട് നമ്മളൊരു അക്കൗണ്ടൻറ്റിനെ എടുത്ത് പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല ചാർജുകളും, ഇപ്പം എക്സ്പോർട്ട് ലൈസൻസ് എടുക്കുന്നതിന് 2,500 രൂപ മേടിക്കുന്നത് 1,000 രൂപയ്ക്ക് ചെയ്തു തരാമെന്നുള്ള രീതിയിൽ ആ അക്കൗണ്ടൻറ്റ് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്കൊരു 10-25,000 രൂപ മുടക്ക് വരുന്നത് ഏകദേശം 8,000-9,000 രൂപയിൽ തീരുന്ന രീതിയിൽ ആ രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം 8,000-9,000 രൂപ തീരുന്ന രീതിയിൽ ആക്കി വെച്ചൊരു അക്കൗണ്ടൻറ്റിന് ഞങ്ങൾ തരപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവർക്ക് നമ്മൾ ഇഷ്ടംപോലെ എൻക്വയറി കൊടുക്കുന്നുണ്ട്. നമ്മളവരെ കൈക്കൂലി ഒന്നും മേടിക്കുന്നില്ല, കമ്മീഷൻ മേടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് അവിടെ നടക്കണമല്ലോ. അതുകൊണ്ട് നമ്മുടെ അടുത്ത് നിന്ന് ചെല്ലുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ അധികം കൺവീനിയൻസ് ആയിട്ട് റേറ്റ് കുറച്ച് ചെയ്ത് കിട്ടാനുള്ളൊരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളിപ്പോൾ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി നിങ്ങൾ പൈസ മുടക്കിയാൽ ആ പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അത് നിങ്ങൾ ഇന്ന് ഈ ക്ലാസ് കണ്ടെന്ന് ഓർത്തിട്ട് നോ വറീസ്, നിങ്ങൾക്ക് എത്ര വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിലും ഈ രജിസ്ട്രേഷൻ പരിപാടികളിലേക്ക് ഞങ്ങൾ വഴി ചെല്ലാൻ പറ്റും. അതുകൊണ്ട് ക്ലാസ് ഇന്ന് കണ്ടു, എനിക്ക് ഇനി 2 വർഷം കഴിഞ്ഞിട്ട് ബിസിനസ് തുടങ്ങിയാൽ മതി എന്നുള്ളത്, അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട. അന്നേരം നിങ്ങൾക്ക് ഈ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇവിടെ കൊടുക്കാം. നമ്മുടെ സ്റ്റാഫുകളുടെ നമ്പറാണ്. അതിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം. അവിടെ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.